കഴിഞ്ഞോ കച്ചവടം? ഓടി നടന്ന് കഷ്ടപ്പെടണ്ട. ആവശ്യക്കാരെ ഇങ്ങോട്ട് വിളിക്കാം. എന്നെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. അതും വേണ്ടി വരും. നട്ടല്ലില്ലാതെ തലയിലെഴുത്തിനെ ശപിച്ചേരിപ്പ് തുടർന്നാൽ എനിക്കതും അവസാന കഴിഞ്ഞ് ചെയ്യേണ്ടി വരും. ഞാൻ പോയിക്കോളാം. ഇപ്പൊ തന്നെ. ഇപ്പോഴല്ല, നാളെ വർഗീസ് സാറിനെ ചെന്ന് കാണണം. പഴയ ജോലി തിരിച്ചു കിട്ടും. ഇത് കൊടുത്താ മതി. ആരുടെ കത്ത്? വെറുതെ പരിഹസിക്കാതെ. ഗുണം പിടിക്കില്ലെന്ന് അവനെ തന്നെ ശപിച്ചാൽ അങ്ങനെ തന്നെ തോന്നൂ. വി പി സാറിന്റെ കത്ത്. ഞാൻ സാറിനെ കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്തു പറഞ്ഞു? എന്നെ ശപിക്കുന്നുണ്ടാവും. എന്തു പറഞ്ഞു? ആരായാലും ശപിക്കും. ഉണ്ടാവും. തർക്കിക്കാൻ വേണ്ട വാചകമൊക്കെ ദൈവം അപ്പപ്പോ തോന്നിച്ചു. ഉള്ളിൽ ഞാൻ വിറക്കിയായിരുന്നു. തളർന്നു പോയി ഞാൻ. എന്നാലും ദൈവാധീനം. നിന്നെ ഞാൻ നമസ്കരിക്കട്ടെ. അടുത്ത് തന്നെ ഞാൻ എഴുതി തുടങ്ങും. മൂന്നാം യാമം എന്നൊരു ടൈറ്റിൽ ഇപ്പൊ തോന്നുന്നുണ്ട്. ഉദയമുഹൂർത്തത്തിന് തൊട്ടു മുമ്പുള്ള യാമം. ഇരുട്ടിലൂടെ ഒരു യാത്രയുടെ കഥ. ജോലിയിൽ ചേർന്ന് കുറച്ച് സ്വസ്ഥമാവട്ടെ. ആവേശം അതുവരെ മനസ്സിൽ വെച്ചാൽ മതി. ആവേശം അതാണ് നഷ്ടപ്പെട്ടവരുടെ കാലത്ത്. അപ്പുറത്തെ വാടക വീട്ടിൽ എഴുതുന്നത് ആർക്കും വേണ്ടാത്ത കാലത്ത് കുത്തിയിരുന്നെഴുതിയിരുന്ന ആവേശം അന്ന് ഞാൻ കണ്ടതാണ്. അതുണ്ടായാൽ മതിയെന്നും. നീയാണിപ്പോൾ എന്റെ ഗുരു. അയ്യോ, എനിക്കൊന്നും അറിയില്ല. എന്തൊക്കെ വിട്ടിട്ടങ്ങൾ പറയുന്നു. നീ പറയുന്നത് വലിയ കാര്യങ്ങളാണെന്ന് നിനക്ക് തോന്നില്ല. അതാണ് നിന്റെ മഹത്വം. ഒക്കെ ഒരു ദുസ്വപ്നമായിരുന്നു കഴിഞ്ഞതൊക്കെ എന്ന് വിചാരിച്ചാൽ മതി. ആളുകൾ പലതും പറയും. ഒരു നല്ല പുസ്തകം വന്നാൽ പഴയതൊക്കെ മറക്കും. വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തതാവണം ഇനി എഴുതുന്നത്. നീ ആരാണ്? വാഗ്ദേവിയോ? മനസ്സിലെങ്കിലും നിന്നെ നമസ്കരിക്കാതെ വയ്യ. വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തത്. നിനക്കൊന്ന് കേൾക്കണോ? തിരുവാതിരക്കാലത്ത് രാത്രി ഞാൻ സാഹിത്യത്തിൽ പറയട്ടെ? പറയൂ. എഴുതാൻ അറിയില്ലെങ്കിലും കേൾക്കാൻ എനിക്കിഷ്ടമാണ്. നീലാകാശത്ത് നിന്ന് 1000 മുല്ലമാലകൾ പോലെ നിലാവൊഴുകി വീഴുന്ന ആതിര രാത്രിയിൽ. മഹാകവി വൈലോപ്പിളുടെ കവിതയാ. അയൽപക്കത്തെ കന്യാകുമാരിമൊത്ത് പാട്ടുപാടി കളിച്ചിരുന്ന നാടൻ പെൺകുട്ടി പിറ്റേന്ന് സ്വകാര്യത്തിൽ വന്ന് ചോദിക്കുന്നു, എന്നോട് ഒച്ച കേട്ടുപോവോ വേറിട്ട്. പല ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് അവളുടെ ശബ്ദം. പ്രേമം പോലെ തന്നെയാണ് കവിതയും സാഹിത്യവുമൊക്കെ. പല ശബ്ദങ്ങളിൽ നിന്ന് വേറിട്ടെന്റെ ശബ്ദം. ഞാൻ ചെവിടോർത്തിരിക്കുന്നുണ്ടാവും. കേട്ടാൽ ഞാൻ തിരിച്ചറിയും. കേൾക്കാതിരുന്നാൽ എനിക്ക് ദേഷ്യം വരും. ഉറങ്ങണ്ടേ? നേരം വെളുക്കാറായി. ഞാൻ ഉറങ്ങുന്നില്ല. ഒരു നല്ല പ്രഭാതം കണ്ടിട്ട് വർഷങ്ങളായി. ഞാൻ ഉറങ്ങുന്നില്ല.
ഭാരം ഇറങ്ങിയ ആശ്വാസം. അഡ്വാൻസ് കോപ്പീസ് വായിച്ചവർക്കൊക്കെ വളരെ നല്ല അഭിപ്രായം. കയ്യിൽ വെച്ചോളൂ. ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് പണമുണ്ട്. ആഫീസിനടുത്ത് വീട് ഒഴിഞ്ഞിട്ടുണ്ട്. ധാരാളം സ്ഥലം. ലൈബ്രറിക്കും സ്റ്റഡിക്കും വേറെ എൻട്രൻസ്. ചങ്ങാതിമാർ വന്നാലും വീട്ടുകാർക്ക് ശല്യം ഉണ്ടാവില്ല. എന്ന് മാറാം. എന്ന് വേണമെങ്കിലും ആവാം. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? കൂട്ടിയിട്ടാ മതി. ഞാൻ മാറുന്നില്ല. ഞാനിവിടെ തന്നെ. വീടെടുത്തോളൂ. സ്വൈരമായിട്ടൊന്ന് ജോലി ചെയ്യാലോ. എന്റെ മീൻകറിയും ചോറും വേണമെന്ന് തോന്നുമ്പോ എപ്പോഴും ഇങ്ങോട്ട് വരാലോ. കുറച്ച് സൗകര്യങ്ങൾ, ചെറിയ ചില സൗഭാഗ്യങ്ങൾ, അത്രയൊക്കെ തരാനേ കഴിയും. അതും വേണമെന്ന് വാശി പിടിക്കാണ്. വാശിയല്ല, എനിക്കിത് ധാരാളം മതി. അവിടെ വന്ന് നിൽക്കാൻ. പിന്നെ സത്യത്തിൽ എനിക്ക് എന്ത് അവകാശം? ഞാൻ പറയുന്നത് കേൾക്കുമോ? ആ വീടെടുത്ത് ഭാരതിയെ ചെന്ന് വിളിച്ചോണ്ട് വരണം. ഇനിയൊരു പരീക്ഷണം കൂടെ നടത്താൻ ഞാനില്ല. അല്പം മനസ്സമാധാനമുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്. വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വേണ്ട, എന്നെ നിർബന്ധിക്കില്ലേ? അവൾക്കും അത് വേണ്ടേ? ജീവിക്കുന്നു എന്ന തോന്നൽ. ശമ്പളത്തിൽ പാതി നേരെ അയച്ചു കൊടുക്കാൻ കമ്പനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് മാത്രം മതിയോ? എന്തോ എനിക്കറിഞ്ഞൂടാ. മനുഷ്യരുടെ മനസ്സിനെ പറ്റി എഴുതുന്നവരോട് ഞാൻ തർക്കിക്കുന്നില്ല. എനിക്ക് സ്വൈര്യം വേണം എന്റെ തൊഴിലിന്. അവളേക്കാൾ വലുതാണ് എനിക്ക് എന്റെ തൊഴിൽ. നിന്നേക്കാൾ വലുതാണെന്ന് കൂടി ഞാൻ പറയും. അപ്പൊ നീ പിണങ്ങരുത്. അങ്ങനെയാവണം. അതാണ് എന്റെ പ്രാർത്ഥന. എന്നും അങ്ങനെയാ വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് വേദന. ഡോക്ടറിന് കാണിച്ചൂടെ? നാശം. ഇത് ഗ്യാസ് ട്രബിളാ. മറ്റന്നാ വീണ്ടും ഡൽഹിക്ക്. എഡിറ്റേഴ്സിന്റെ ഒരു കോൺഫറൻസ്. ഡൽഹിയിൽ നിനക്ക് എന്താ വാങ്ങേണ്ടത്? ഒന്നും വേണ്ട. എപ്പോഴും നീ അങ്ങനെ പറയും. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വേണ്ടതൊന്നും ബാക്കിയുണ്ട്, അറിയാലോ. വേണ്ടെന്ന് നിശ്ചയിച്ചത് നീയല്ലേ? അച്ഛൻ ആരാണെന്ന് ഉറക്കെ പറയാൻ വയ്യാത്ത ഒരു മോനോ മോളോ എനിക്ക് വേണ്ട. അവര് പിന്നെ എന്നെ ശപിക്കും. സാരമില്ല, ഉടുപ്പ് മാറൂ. എന്നെ തെരഞ്ഞു വരണ്ട, എത്തിക്കോളാമെന്ന് പറഞ്ഞു. ഇവിടത്തുകാരുടെ സ്വീകരണം കഴിഞ്ഞേ ഞാൻ മറ്റു സ്ഥലത്തുള്ളവർക്ക് ഡേറ്റ് കൊടുക്കുന്നുള്ളൂ. ആരെങ്കിലും ചോദിച്ചാലോ ഞാൻ ആരാണെന്ന്? എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാം. ആരും അങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെടില്ല. കൺഗ്രാജുലേഷൻസ്. താൻ അർഹിക്കുന്നതാണെല്ലാം. എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് എന്നേ ഞാൻ കരുതുന്നുള്ളൂ. സമയമായോ? നമുക്ക് ഒരുമിച്ച് പോവാം. നേരിട്ട് അഭിനന്ദിക്കാനാണ് മീറ്റിംഗിന് മുമ്പേ ഞാൻ വന്നത്.
പിന്നെ ഒരു കാര്യം, വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് നേരത്തെ ഞാൻ നിശ്ചയിച്ചതാണ്. പക്ഷേ തൊഴിലിന്റെ ഭാഗമായി ഒരല്പം ഉപദേശം തരാമല്ലോ. ഇപ്പോഴും ഉപദേശമല്ല, നിർദ്ദേശം. എപ്പോഴും എനിക്കത് ആവശ്യമാണ്. ടൗൺ ഹാളിലെ സ്വീകരണത്തിന് ഗീത വരരുത്. കൂടുതൽ ഉയരത്തിലെത്തുമ്പോൾ കൂടുതൽ ഭയപ്പെടണം. അപവാദം കൊണ്ട് തനിക്കെതിരെ കല്ലേറ് നടത്താൻ ചില പീറപത്രങ്ങളെങ്കിലും ഇപ്പോൾ അവസരം നോക്കിയിരിക്കുന്നുണ്ട്. കുട്ടി, ഞാനൊരു സത്യം പറഞ്ഞതാണ്. നിനക്ക് വിഷമം തോന്നരുത്. അതൊക്കെ എനിക്ക് പുല്ലാണ്. ആ തെണ്ടുകൾ എനിക്കറിയാം. സത്യം, പക്ഷെ പുറത്തു കേട്ടാൻ പറ്റില്ലല്ലോ. വിനയം, ഉന്നതങ്ങളിൽ എത്തുമ്പോൾ കൂടുതൽ വിനയം. താനിപ്പോൾ പഴയ ആളല്ല, ഒരു പൊതുസ്വത്തായിരിക്കുന്നു, ഒരു സൂപ്പർ സ്റ്റാർ. പക്ഷെ ചേട്ടാ, പ്ലീസ്, ആവശ്യമില്ലാതെ ഞാൻ ഇടപെടില്ല എന്നറിയാമല്ലോ. ഭാരതിയുടെ പ്രശ്നം കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും തന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? തന്നെ കൊണ്ടു നടക്കാൻ പറ്റാത്തത് അവളുടെ കഴിവുകേട്. ഇറ്റ്സ് ഓൾ റൈറ്റ്, എനിക്ക് മനസ്സിലാവും. ഇവളെപ്പറ്റി എന്തെങ്കിലും ഞാൻ ഇതേവരെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടത്തെ കുറെ ക്ഷുദ്രജീവികളുടെ മനസ്സറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തന്റെ നന്മയ്ക്ക് കുടുംബജീവിതത്തെപ്പറ്റി ഒരു വിവാദം ഇനി വേണോ? സാറ് പറഞ്ഞ സത്യമാണ്. ഞാൻ വരുന്നത് ശരിയല്ല. ബുദ്ധിയില്ലാത്തത് കൊണ്ട് വെറുതെ ഒന്നും ആലോചിക്കാതെ ഞാൻ ചാടി പുറപ്പെട്ടു. പോയി വരൂ. സമയം വൈകിക്കണ്ട, പോയി വരൂ. എല്ലാം മനസ്സിൽ കണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കൈയടിച്ചോളാം.